ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്നലെ എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. എല്ലാവരും കണ്ടോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുന്നിട്ടിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്ന് എന്താ പറയുക, കിച്ചൺ ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ എണീറ്റിട്ട് കുക്കിങ്ങൊക്കെ കണ്ട് തീർത്തിട്ട് കിച്ചൺ കണ്ട് എളുപ്പത്തിൽ ഒഴിവാക്കണമല്ലോ, എന്നാലല്ലേ ഇപ്പം നമുക്ക് കിച്ചൺ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഒരു 5-5:30 ആയ സമയത്ത് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മീൻ കറി ആണ് വെക്കുന്നത്. അപ്പോൾ മീൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മീൻ കറിയും പുട്ടും ഒക്കെ അങ്ങനെ ഒറ്റ കറിയാക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. കറി ഉണ്ടാക്കണത് ഇങ്ങനെ വാട്ടിങ്ങാണ്ട് ഉണ്ടാക്കണത്. അപ്പോൾ പിന്നീട് താളിക്കൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആദ്യം വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയും. പിന്നെ ഈ മീൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടാണ് ഉണ്ടാക്കണമെന്നല്ലോ. അപ്പോൾ പുട്ടുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻ കറി ഇഷ്ടമാണ്. മോന് മീൻ കറി മീനൊന്നും കഴിക്കൂല. ആ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ബാക്കി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്നുകൂടി വാട്ടിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിച്ചന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് സമയം ആവശ്യമുണ്ടാവില്ല. പിന്നെ ഇവിടുന്ന് തുടങ്ങണമെന്ന് വരെ ഒരു ഐഡിയ കിട്ടില്ല. എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കിച്ചണിലുണ്ടാവും. ഓരോ ഷെൽഫുകളൊക്കെ ആയിട്ട് തുടങ്ങാമെന്നൊക്കെയാണ് ഞാൻ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ അടുക്കള ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും മറ്റുള്ള ഭാഗങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി റിസ്ക്കാണ്. പിന്നെ കുറേ ടൈമും ആവശ്യമുണ്ടാവും. ഒരുപാട് പാത്രങ്ങളും ജാറുകളും എന്തൊക്കെ എല്ലാതും ഉണ്ടാവും. കുറേ കഴുകാനൊക്കെ ഉണ്ട്. എനിക്ക് കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട്. അപ്പോൾ ഞാനതാണ് ഇന്നിപ്പോൾ കുറച്ച് നേരത്തൊക്കെ എണീറ്റിട്ട് കിച്ചണിൽ കയറിയത്. പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് കണ്ട് മാറ്റി വെച്ചിട്ട് വേണം ഓരോരോ ഭാഗത്തുനിന്ന് നമ്മൾ ഫുഡൊക്കെ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് മാറാല തട്ടലും അങ്ങനെ തുടങ്ങാമെന്നൊക്കെ മനസ്സിലിങ്ങനെ ഓരോരോ പ്ലാനിങ് ഉണ്ട്. ഇന്നലെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ കിടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് രാവിലെ പെട്ടെന്ന് എണീക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറിക്കുള്ളത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ വേഗം വേഗം പണികൾ ഓരോന്നായി തീർക്കുന്നിട്ടാൽ മക്കളൊക്കെ എണീക്കുമ്പോഴേക്കും പണികളൊക്കെ തീർത്ത് അടുക്കള ഒന്ന് ഫ്രീ ആക്കണം എന്നൊക്കെയാണ് കരുതുന്നത്. ഒരാഴ്ച കൊണ്ട് ക്ലീനിങ് തീർക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ തീർക്കലുണ്ട്. പിന്നെ നമ്മളെ ഇടയിൽ കല്യാണങ്ങളോ വേറെ എന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും. എന്നാലും ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ ഒരാഴ്ച മതിയിട്ട് നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്കൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനമാണ്. നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും വൃത്തിയിലുണ്ട്, അല്ലാതെ നമ്മൾ പെരുമാറാനുള്ള സ്ഥലമാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ചെയ്യാതിരിക്കുമ്പോഴും ഒരു സമാധാനക്കേടാണ് കുറേ കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ നനച്ചുളി ഇവിടെ മലപ്പുറം ഭാഗത്തൊക്കെ നനച്ചുളി ഉണ്ടല്ലോ, പക്ഷേ ചില ഭാഗങ്ങളിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പണ്ടത്തെ ആൾക്കാർക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല, നമ്മളെ പോലെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഒരു വർഷത്തിലൊരു നനച്ചുളീൻ്റെ ഒരു അങ്ങനെ ഒരു ഇതൊക്കെ വന്നത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭാരമൊന്നുമില്ല. ഇപ്പം എല്ലാ സൗകര്യങ്ങളും എല്ലതും അയക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോരോ ദിവസവും ഇടയിൽ ഇങ്ങനെ കുറച്ച് ദിവസം കൂടുമ്പോൾ ഓരോരോ ഭാഗങ്ങൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഓരോരോ ഭാഗങ്ങൾ കണ്ട് ക്ലീനാക്കി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാരം തോന്നില്ല നമുക്ക്. നമ്മൾ വീട്ടമ്മമാർ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ അടുക്കളയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പണികളുമായിട്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അതിലാണ് മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 4 പീസ് ഞാൻ ഫ്രൈ ചെയ്യാനും കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഓരോരോ പണികൾ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനീ പറഞ്ഞത് എനിക്ക് ക്ലീനിങ് ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു പണിയാണ് കുക്കിങ്ങിനെക്കാട്ടിലും. പിന്നെ അഥവാ എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യാൻ എനിക്ക് മടി തോന്നിയിട്ടുണ്ടെങ്കിൽ, മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് എവിടെയെങ്കിലും മോശമായി കിടക്കണമൊക്കെ കാണുമ്പോൾ. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു ചെറിയ ഉഷാറ് കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലീനിങ് ചെയ്യണവരൊക്കെ വീഡിയോ കാണലുണ്ട് കേട്ടോ. എനിക്കതൊരു ഭയങ്കര മോട്ടിവേഷൻ കിട്ടലുണ്ട്. അവർ ചെയ്യണ കാണുമ്പോൾ നമുക്കും ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ടൊരു എനർജി കൊണ്ട് തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണലുണ്ട്.
ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഷെയർ ആക്കൽ. മാഷാ അല്ലാ, നമുക്ക് നല്ല നല്ല കമൻറ്റുകളാണ് വരവ്. എല്ലാവരും നല്ല കൂട്ടുകാരാണ്. കുറേ ആളുകൾ നമ്മളെ കാണുന്നില്ല എന്നുണ്ടെങ്കിലും കുറച്ച് പേരുള്ളവർ നല്ലവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സന്തോഷവും സമാധാനമൊക്കെ ഉള്ളത് നിങ്ങളെ കമൻസുകളൊക്കെ വായിക്കുമ്പോൾ. പിന്നെ ചില കമൻറ്റുകൾ കാണലുണ്ട്, ഞാൻ വീഡിയോസ് ഉണ്ടോയെന്ന് എന്നും നോക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് ആരോ നമ്മളെ ഒരു സന്തോഷം കിട്ടിയിട്ട് അതാണ് കേട്ടപ്പോൾ. കാരണം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ വീടില്ലാതെ ആകുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഇതാ കുറച്ച് എരുന്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ചോറ് വെച്ച അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരുന്ത്, പിന്നെ കല്ലുമ്മക്കായ, പിന്നെ ചെമ്മീൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ അടുപ്പിൽ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായി വേവും ചെയ്യും, നല്ല സോഫ്റ്റ് ഉണ്ടാവും, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അങ്ങനെയാണ് കിട്ടൽ അടുപ്പിൽ വെക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുക്കിങ്ങിൻ്റെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും നല്ല വെയിലുള്ള ദിവസം തന്നെയാണ്. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ പരിപാടികളും അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അലക്കാനുള്ളത് ഞാൻ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ എണീറ്റ് വരുമ്പോൾ ഉമ്മക്ക് മരുന്നൊക്കെ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വേറെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുട്ട് ചുടാൻ വേണ്ടിയിട്ട് പുട്ടിന് കുറച്ച് നനച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പിന്നെ വെയിൽ കണ്ടപ്പോഴേ വേഗം രാവിലെ തന്നെ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലമായാലും അല്ലെങ്കിലും നേരത്തെ അലക്കുന്നത് നല്ലതാണ്. അലക്കിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കിച്ചണിലായ കാരണം കൊണ്ട്, സ്റ്റോർ റൂമിലായ കാരണം കൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അടുക്കളയിൽ കയറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഇടയിലൊന്ന് പോയിട്ട് വെള്ളം തിരിച്ചു കൊടുക്കാനൊക്കെ അല്ല, ഓട്ടോമാറ്റിക് ഒന്നല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടയിൽ ഇങ്ങനെ പോയി ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓരോരോ പണികൾ നമ്മളങ്ങാണ്ട് വേഗം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തീർക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പുട്ടിനുള്ളതൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലക്കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നിട്ട്, അപ്പോൾ അതെടുത്തിട്ടൊന്ന് ശരിയാക്കിയിട്ട് കൊടുക്കണം മോന്. മീൻകറി കൂട്ടൂല. പിന്നെ എൻ്റെ പുട്ടുംകുറ്റിൻ്റെ ഒരു കളറുണ്ടല്ലോ, അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണ്, പുട്ടുംകുറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു കളറ് മാറിയിട്ടുണ്ട്. ഞാൻ ഡ്രൈവിങ്ങൊക്കെ പഠിച്ചിട്ട് വണ്ടി ഒരു 3-4 വർഷമൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ എന്താണ്, വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇട്ടാൽ. അപ്പോൾ മോള് രാവിലെ ഒന്ന് ട്യൂഷന് പോകുമ്പോൾ അങ്ങാടിക്ക് ഞാൻ ആക്കി കൊടുക്കലുണ്ട്. ബസ് നമ്മൾ അങ്ങാടിയിലാണ് വരിക. അപ്പോൾ വരുന്ന സമയത്ത് രാവിലെ ആക്കി കൊടുക്കുമ്പോൾ പിന്നെ 7 മണിയാകുമ്പോഴേക്കും അവൾക്ക് ബസ് വരും. അപ്പോൾ ഇവിടുന്ന് ഞാനത് വണ്ടിയിലാക്കി കൊടുക്കലായിരുന്നു. ഒരു ദിവസം ഇതേപോലെ ധൃതിയിൽ പോണ സമയത്ത് പുട്ട് അടുപ്പിലുണ്ടായിരുന്നിട്ടാ. അപ്പോൾ അത് ഓഫാക്കാൻ വേണ്ടി സ്റ്റവ് ഓഫാക്കാൻ മറന്നിട്ട് ഇവൾ നേരം വൈകി നിന്ന് നിർത്തി പിടിച്ചപ്പോൾ ഞാൻ വേഗം പോയിട്ട് കൊണ്ടാക്കി കൊടുത്ത്. ഡ്രസ്സൊന്നും മാറ്റിലിട്ടാണ്, ഞാൻ വീട്ടിലിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അങ്ങാടിക്ക് വരല്ലേ, അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കാനായിട്ട് പോയതാണ്. പോയി വന്നപ്പോഴേക്കും പുട്ടും കുറ്റിയൊക്കെ ആ ഒരു കളറായി മാറിയിട്ടുണ്ട്. പുട്ടും കുറ്റിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാ ഒന്ന് വാങ്ങണം. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വിചാരിക്കും, ഇതിപ്പോൾ ആളുകൾ വിചാരിക്കണോ ഇതെന്താ ഈ ഒരു കുറ്റിൻ്റെ ഇതിൻ്റെ പാത്രത്തിൻ്റെ കളർ എന്താ എങ്ങനെയെന്ന് വിചാരിക്കണമെന്ന് എപ്പോഴും മനസ്സ് വിചാരിക്കും. വണ്ടി അങ്ങനെ ഓടിച്ചിട്ട് ഒരു 3-4 വർഷം ഓടിച്ചിട്ട് പിന്നെ വണ്ടിക്ക് എപ്പോഴും ഇങ്ങനെ ഓരോരോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കൊടുത്തിക്കണ്. കുറച്ച് മുന്നേ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വണ്ടി ഇപ്പോൾ ഓടിക്കലില്ലേന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓടിക്കാൻ കുറേ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഈ വണ്ടി നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടോണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എപ്പോഴും ഒരു അൾട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടി ഓടിക്കാമെന്ന് അറിയിക്കട്ടെ. കാരണം അതാണ് വലിയ വണ്ടികളെ ഒന്നും കൂടി സ്മൂത്ത് നമുക്ക് ഓടിക്കാൻ. പക്ഷേ അൾട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വലിയ വണ്ടി എടുക്കാമെന്നൊക്കെ പറയിക്കാം. അപ്പോൾ അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറേ ഓടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. പിന്നെ കല്യാണങ്ങളുണ്ടെങ്കിലും എവിടേക്കുവാണെങ്കിലും മക്കളും ഞാനും കൂടി അങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഇക്കുണ്ടെങ്കിലും കുറേ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പണി വരുമ്പോൾ പിന്നെ ഇക്കാരനെ ഞാൻ കൊടുക്കുക, നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ പണി വരുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ എനിക്ക് ചെറിയൊരു മുട്ടുവേദനയും വന്നിട്ട് അതിൻ്റെ ഇടയിൽ കാൽസ്യം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ക്ലച്ച് ചവിട്ടുമ്പോഴൊക്കെ ചെറിയൊരു വേദന ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ ഞാനൊന്ന് അതിന്ന് മാറിയതാണ്. പിന്നെ ഇനിയിപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എടുക്കാമെന്നാണ് കരുതുന്നത്. ഇൻഷാ അല്ലാ എടുക്കണം. ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഇക്കാക്ക് വരുമ്പോൾ ഒരു മാസത്തിനല്ലേ, അപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ ഉണ്ടാവും, ആങ്ങളുടെ വണ്ടിയോ അവിടെ നാത്തൂൻ്റെ വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടികൾ ഉണ്ടാവും, അതുകൊണ്ട് അതൊരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാ സാധിക്കുമ്പോൾ എടുക്കണം. നമ്മൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അലക്കിയതും റെഡി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്കാട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പയറുപ്പേരിയും കൂടി വെക്കാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുക്കളപ്പണി വേഗം കഴിയും. മക്കൾ മോനിക്കൊന്നും ഇല്ല,
പിന്നെ മോൾക്ക് ഇന്ന് ഓണത്തിൻ്റെ പരിപാടിയാണ്, അപ്പോൾ അവൾക്ക് പോകാനുണ്ട്. അപ്പോൾ അവൾ പോയിട്ടില്ല, പോകാനിങ്ങനെ ഒരുങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ പണികൾ അങ്ങനെ തീർക്കണമുണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേ വാരി വലിച്ചിട്ടിട്ട് അങ്ങനൊന്നും ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കരുത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വീട് എപ്പോൾ കണ്ടാലും ഒതുക്കമുള്ളമായി തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് വീട്ടിൽ കയറി എന്നാലൊന്നും ഒരു ഇത് തോന്നില്ല, ടെൻഷൻ തോന്നില്ല. അപ്പോൾ അടുക്കള ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുക്കള എന്നല്ല കേട്ടോ, എവിടെ ആണെങ്കിലും നമ്മൾ റൂമായാലും അല്ലെങ്കിൽ ഹോളായാലും എവിടെ ആണെങ്കിലും ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ക്ലീൻ ചെയ്ത് പോകുക. എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് അത് അതിൻ്റേതായ സ്ഥാനങ്ങൾക്ക് വെച്ചിട്ട് പിന്നെ അടുത്ത ഭാഗം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ റൂമിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാകെ വാരി വലിച്ചിട്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ പയർ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ കിടക്കണുണ്ട്. അപ്പോൾ മോള് ചായയൊക്കെ കുടിച്ചിട്ട് അവൾ പോവുകയാണ്. ഇന്നിപ്പോൾ അവർക്ക് ഓണത്തിൻ്റെ പരിപാടിയാണ്. സാരി എടുത്തിട്ട് നടക്കാൻ വയ്യാന്നൊക്കെ കേട്ടോ എന്നോട് പറഞ്ഞത്. അങ്ങനെ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. മോള് +2 പഠിക്കണത്. അത് കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ, എത്ര മക്കളാണ്, പിന്നെ എന്തിനാണ് പഠിക്കണമെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞതാണ്, കമൻറ്റിൽ മറുപടി പറയലുണ്ട്, റിപ്ലൈ കൊടുക്കലുണ്ട്. അപ്പോൾ മോള് +2നും മോന് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ഇനി ഞാനിപ്പോൾ ഇതാ ഉള്ളിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടുന്നുണ്ട്. ഇന്നലെ നന്നായിട്ട് തുടച്ചതാണ്. അപ്പോൾ പിന്നെ തുടക്കണമൊന്നുമില്ല, ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടിച്ചൂരിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളപ്പണിക്ക് നിൽക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇവിടെ പിന്നെ എൻ്റെ കൂടെ ഉമ്മ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് വാരി വലിച്ചിട്ടിട്ട് ഇടാനൊന്നും പറ്റില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവും, പ്രായമുള്ള ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ അവരെ കാണാനായിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണ പോലെയല്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എന്തെങ്കിലും ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ വലിച്ചു വാരി ഇടാനൊക്കെ നല്ല പേടിയാണ്. നമ്മളെ വീട് കുറേ വലുതോ ചെറുതോ അതിലൊന്നുമല്ലല്ലോ കാര്യമുള്ളത്. ഒരു വൃത്തിയുള്ള വീടായിരിക്കണം. പിന്നെ എത്ര ഭംഗിയുള്ള വീടാണെന്നുണ്ടെങ്കിലും ആ വീട്ടിൽ സാധനങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഈ പരന്ന് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. നമ്മൾ കുറേ അറകളും ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൗകര്യങ്ങളുള്ള വീടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ സാധനങ്ങൾ അതിൽ ഒതുക്കി വെക്കാതെ ബെഡിൽ കുറേ പരത്തിയിടുക, അല്ലെങ്കിൽ ടേബിൾമേൽ കുറേ ബുക്കും, കുട്ടികൾ പഠിച്ചിട്ട് ബുക്ക് എടുത്തിടുക, അല്ലെങ്കിൽ സാധനങ്ങൾ അവിടെ ഇടുക കാണുമ്പോൾ നമുക്കൊരു വൃത്തി കുറവാണ്. അപ്പോൾ ചെറിയൊരു കൂരയാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിലും അതിൽ വെക്കാനുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് അതൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂരയും സ്വർഗം തന്നെയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വന്നില്ല, അതേപോലെ തന്നെ സംഭവിച്ചിട്ട് എനിക്ക് ഇതിനിടയിൽ ഇപ്പോൾ ഞാൻ അടിച്ചു വന്നിട്ടിൽ ഒരാൾ വീട്ടിൽ കയറി വന്ന്, അപ്പോൾ അങ്ങനെ അവരായിട്ട് സംസാരിച്ച് ഇതായപ്പോഴേക്കും എൻ്റെ സമയം തെറ്റി. അപ്പോൾ ഞാനിനി ഇന്നിപ്പോൾ കിച്ചണിൽ ക്ലീനിങ്ങിന് നിൽക്കണില്ല എന്ന് കരുതിയിട്ട്, അതാണ് നമ്മൾ മനസ്സ് പറയുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളും നടന്നോളണമെന്നില്ല. ചില സമയങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. പിന്നെ അത് ഇതെന്നല്ല കേട്ടോ, എന്താ പറയുക, ഈ ആളുകൾ വരിക എന്നല്ല, നമ്മൾ വിചാരിച്ചത് പോലെ തന്നെ നടന്നോളണമെന്നില്ല എന്ന് പറയാൻ കാരണം നമ്മളെ തടിക്കും ചിലപ്പം പറ്റിക്കോളണമെന്നില്ല. എന്തെങ്കിലും പെട്ടെന്നായിരിക്കും അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ക്ഷീണം തോന്നും, അല്ലെങ്കിൽ മടി തോന്നും, ഒക്കെ വരും. അപ്പോൾ ആ മനസ്സ് പറഞ്ഞു കൊടുത്ത് ശരീരം എപ്പോഴും എത്തിക്കോളണമെന്നില്ല. പിന്നെ ചിലർക്ക് നല്ല മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവും, എനിക്ക് അതുപോലെ ആവണം ഇതുപോലെ ആവണം, ഞാനും അങ്ങനെയൊക്കെ പണി തീർക്കും, എനിക്ക് അവരെ കാണുമ്പോൾ അതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷെ അവർക്കും ഈ മനസ്സിൽ പറഞ്ഞ പോലെ തടി കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ തടിക്ക് ആരോഗ്യക്കുറവുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പീഡ് നമുക്ക് കിട്ടാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കാതെ അല്ലെങ്കിൽ നമ്മൾ മനസ്സ് തളരാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് മനസ്സിൽ ആഗ്രഹമുള്ള പോലെ തന്നെ നമ്മൾ ജീവിക്കണം. എനിക്ക് അങ്ങനെയാണ് തോന്നലട്ടാ. നമ്മൾ തളർത്താൻ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും, പക്ഷേ തളരാൻ പാടില്ല. എനിക്കും ഞാൻ വിചാരിച്ചോടത്ത് ഞാനും എത്തും എന്നുള്ളൊരു രീതിയിൽ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി പറ്റും. നേരം വൈകിയ കാരണം കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ നേരം വൈകിട്ടില്ല, പക്ഷേ അടുക്കള ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വൈകുന്നേരം വരെ എടുക്കേണ്ടി വരും. അതിന് ഞാൻ നിന്നിട്ടില്ല. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 10-12 മണിയാകുമ്പോഴേക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ വേറൊരു ദിവസം ക്ലീൻ ചെയ്യാം. പിന്നെ അങ്ങനെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് നനക്കണം എന്ന് കരുതി. ഇപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ സമയം അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ നനക്കുക വൈകുന്നേരം ഇനിയിപ്പോൾ ചിലപ്പം ആകുമ്പോഴേക്കും ചെടികളൊന്നും കൂടി വാടും കരുതിയിട്ടാണ് ഞാൻ ഇന്നലെ കരുതിയതാണ് നനക്കണം എന്നുള്ളത്. അപ്പോൾ മഴ ഇന്നലെ ഒന്നും പെയ്തിട്ടില്ല രാത്രിയിൽ. അപ്പോൾ ചെടികളൊക്കെ ഒന്നും എന്തോ പോലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് നനക്കാൻ കരുതി. പൈപ്പൊക്കെ സൈഡിൽ കൊണ്ടുവച്ചതായിരുന്നു, കുറേ ആയിട്ടുണ്ട് കേട്ടോ. പൈപ്പൊക്കെ എടുത്തിട്ട് ഇപ്പോൾ മഴക്കാലമായ കാരണം കൊണ്ട് നനക്കലുണ്ടായിരുന്നില്ല. പിന്നെ ഇടയിൽ നമ്മളങ്ങനെ സൈഡിലൊക്കെ വെച്ച് ചെടികളൊക്കെ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയിക്കാണ്ട് നനച്ചെടുക്കലായിരുന്നു. ഈ പൈപ്പ് എടുക്കാനും ഇത് വലിക്കാനൊക്കെ ഭയങ്കര മടിയായിട്ട്. കുറച്ച് ലെങ്ത്തുള്ള പൈപ്പാണ്. അപ്പോൾ ആ സൈഡിക്കും ഒക്കെ നനക്കാൻ വേണ്ടി വലിയ പൈപ്പ് ഒക്കെ കൊണ്ടുവന്നതാണ് നീളത്തിലുള്ളത്. പിന്നെ പക്ഷേ ഇത് എന്താ പറയുക, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മഴ റോൾ ചെയ്ത് കണ്ടൊക്കെ സൈഡിൽ കൊണ്ടുപോയി വെക്കണം. പിന്നെ അത് എടുത്തു കൊണ്ടുവരണം. ഇത് പിന്നെ അങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് മടങ്ങിയിരുന്നിട്ടേ ചിലപ്പോൾ വെള്ളം കിട്ടാതാകുമ്പോൾ ഇങ്ങനെ നിർത്തി കൊടുക്കാൻ പോകണം. ഇടയ്ക്കിടയ്ക്ക് മടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നനക്കാൻ മടി തോന്നും. പിന്നെ ഇപ്പോൾ പിന്നെ മഴ ആയിട്ട് കുറേ ആയിട്ട് നനക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചട്ടികൾക്കൊന്നും ശരിക്കും വെള്ളം കിട്ടില്ല കേട്ടോ. ചെറിയ മഴ ചാറിപ്പോണ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ചട്ടികൾക്കൊന്നും ശരിക്ക് വെള്ളം കിട്ടില്ല. അതാണ് ഈ ഒരു അരയില പ്ലാന്റിൻ്റെ ലീഫൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചട്ടീൻ്റെ ഉള്ളിൽ മണ്ണ് തൊട്ടൊക്കെയപ്പോൾ ഒക്കെ നല്ല ഡ്രൈ ആയി നിൽക്കട്ടെ ഇന്നലെ. അപ്പോൾ ഇന്നലെ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല വൈകുന്നേരം. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നനക്കാമെന്നൊക്കെ കരുതിയിരുന്നു ഞാൻ. ഇവിടെയുള്ള ഈ ഒരു അരേലിയ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് വൈകുന്നേരം ഇരുന്നിട്ട് രാത്രി വരെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന വരെ ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ സിമ്പിളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ വെട്ടി കൊടുക്കാൻ കുറേ സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഇതാകെ മോശമായിട്ടുണ്ട്. ഫുള്ള് അതിൻ്റെ ലീഫുകളും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ കമ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെട്ടി കൊടുത്തിട്ടുണ്ടായി. ഇനിയിപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. കുറേ ദിവസം കഴിയുമ്പോൾ റെഡി ആവട്ടെ, പുതിയ ലീഫുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. എന്തായാലും അരയിലെ പ്ലാന്റ് നമ്മളിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതൊരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്ലാന്റും അങ്ങനെ തന്നെയാണ്, ചെടികൾ കട്ട് ചെയ്തിട്ട് നിർത്തണം. അപ്പോൾ കാണാൻ ഭംഗിയാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫിഷ് പോണ്ടിൻ്റെ 2 സൈഡിലും ചെമ്പരത്തിൻ്റെ കമ്പ് കുഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ട് ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വലിയ പൂക്കളായിരുന്നു. പക്ഷെ അതും നോക്കാതായിട്ട് ആകുമ്പോൾ പൂവ് കുറഞ്ഞ് അതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ ഒരു മുരട്ടിച്ച പോലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് വളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോന്നായിട്ട് ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ ഇലകളൊക്കെ എന്തോ പോലെ. അപ്പോൾ ഞാൻ ഇലകളൊക്കെ നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പ് വലിക്കാനും മടക്കി വെക്കാനും മടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കരുതി ഈ പൈപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അവിടെ കിടക്കട്ടെ. അപ്പോൾ പിന്നെ എന്നും നനച്ചു കൊടുക്കാൻ നമുക്ക് സുഖമല്ല. ഇനിയിപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കരുതി ഈ മുന്നിൽ കൂടെ പൈപ്പ് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഇടുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിയുള്ളവല്ലേ. അപ്പോൾ അത് കാണാത്ത രീതിയിൽ താഴത്തെ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് മെറ്റലൊക്കെ ഒന്ന് നീക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് മെറ്റൽ നീക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് എടുത്തിട്ട് മുകളിൽ മെറ്റലിട്ട് കൊടുക്കുക. അപ്പോൾ പൈപ്പ് കാണൂലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വേറെ പണിക്കൊന്നും നിൽക്കണില്ല. അപ്പോൾ ഇത് ചെയ്യാൻ മെറ്റൽ നമ്മൾ അത്യാവശ്യം കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയിലും നല്ല മെറ്റലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കണ്ട് ഈ ഒരു പൈപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിൽ മാത്രം ഒന്നും കണ്ട് ചാല് പോലെ അങ്ങോട്ട് കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൈപ്പ് അതിൻ്റെ അടിയിൽ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ കണ്ട് മെറ്റലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ പൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ വണ്ടികളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് പൊട്ടുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ മക്കളും എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ട്. പിന്നെ 2 സൈഡിലും നമ്മൾ തലഭാഗങ്ങൾ കാണും. അപ്പോൾ അത് പിടിച്ച് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ നീളത്തിട്ട് കഴിഞ്ഞാൽ പൈപ്പിന് എവിടെയും ബെൻഡില്ലാതെ നമുക്ക് നല്ല ഫ്ലോയിൽ വെള്ളം കിട്ടും. അപ്പോൾ നമ്മൾ നനച്ചെടുക്കാനൊക്കെ സുഖമാണ്. മറ്റേത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ പ്രാവശ്യം എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിയെടുക്കുമ്പോൾ അവിടെയും ഇവിടെയും ബെൻഡായിട്ട് മടങ്ങി നിന്നിട്ട് പിന്നെ വെള്ളം ശരിക്കണ്ട് കിട്ടില്ല. അപ്പോൾ ഒക്കെ വേഗം നനയ്ക്കുന്ന പരിപാടിയും കണ്ട് ഇതിങ്ങനെ ഇടയ്ക്ക് ശരിയാക്കാനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ സെൻറ്റർ കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ സൈഡിലേക്ക് നനക്കാനും വീടിൻ്റെ മറ്റേ സൈഡിലേക്ക് നനക്കാനും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ട് ഇവിടെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നനക്കാനൊക്കെ പൈപ്പ് ഇടും കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവൽക്ക് ആണ് നമ്മൾ നനക്കുമ്പോൾ പൈപ്പ് ഇട്ട് കൊടുക്കൽ സാധാരണ. അപ്പോൾ ഇത് ഈ ഒരു അരിഭാഗത്തൊക്കെ കണ്ട് നീക്കിക്കാണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മെറ്റലൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുമ്പോൾ അറിയില്ല, പണി കുറക്കാലോ എന്ന് എഴുതിയിട്ടാണ്. പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെൻഡാവണ കാരണം കൊണ്ട് വെള്ളം ശരിക്കണ്ട് കിട്ടാതാവുമ്പോൾ മക്കൾക്കും നനക്കാനും മടിയാണ്. അവർ നനക്കലൊന്നുമില്ല, എന്നാലും എപ്പോഴെങ്കിലും പറഞ്ഞാൽ അതും മടിയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഓരോ പണികളും നമ്മളത് അങ്ങനെയാണല്ലേ, നമ്മൾ വിചാരിച്ച പണികളാവില്ല ചില ദിവസങ്ങളിൽ ചെയ്യൽ. ഇന്നത്തെ ദിവസം ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പണി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ആ സമയത്തുള്ള പണി ഞാനങ്ങാണ്ട് എടുക്കലുണ്ട്. അപ്പോൾ ചിലപ്പോൾ തോന്നും അത് നല്ല കാര്യമാണെന്നും തോന്നും, ചില സമയത്ത് തോന്നും അത് ചീത്ത കാര്യമാണെന്ന് തോന്നലുണ്ട് കേട്ടോ. എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കൊരു പണി തോന്നി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ ആ ഒരു ഉഷാറോട് കൂടി നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് ആ പണി അപ്പം എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതെല്ലാം മടി പിടിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്, ഒരു പണിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു പൂർണ്ണ ഇത് കിട്ടില്ല, അല്ലേ, ഫലം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചെടികളുടെ പണികളാണെങ്കിലും മുറ്റത്ത് കാര്യങ്ങളുടെ പണികളാണെങ്കിലും ഇനിയിപ്പോൾ ക്ലീനിങ്ങിനായാലും എന്തായാലും ചില സമയത്ത് എനിക്ക് ആ ഭാഗം നേരാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ആ സമയം ഞാൻ ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ പണികളും കേട്ടോ. നമുക്ക് സഹായത്തിന് ഒരാളില്ല എന്ന് എഴുതിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണ്, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ആരും സഹായത്തിന് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറേശ്ശെ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്തു വെക്കാം. നമുക്കൊരു സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ, എന്നിട്ടൊന്ന് സപ്പോർട്ടാക്കുക. മുന്നത്തെ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.